ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് നോക്കാനുണ്ടായിട്ടുള്ളത് മീനിങ്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പ്രൈമറി മാർക്കറ്റ് വേഴ്സസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫങ്ഷൻസ്, സെബി റെഗുലേഷൻസ് ഓഫ് ട്രേഡിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. എന്താണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, അതിൻ്റെ മീനിങ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ കോൾഡ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. പുതുതായിട്ട് ഏതെങ്കിലും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഒരു കമ്പനി പുതിയതായി സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ഷെയർസ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു കേസിൽ അതിൻ്റെ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത് എന്താ, ഫ്രഷ് ആയിട്ടുള്ള സെക്യൂരിറ്റീസാണ്, പബ്ലിക്കിന് ഇതുവരെ ഇഷ്യൂ ചെയ്യാത്ത സെക്യൂരിറ്റീസാണ്. അത്തരത്തിലുള്ള പുതിയതായിട്ടുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. New issue market is the market for issuing new securities at first time. ഫസ്റ്റ് ടൈം ആയിട്ട് ന്യൂ സെക്യൂരിറ്റീസ്, പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താ ചെയ്യുന്നത്, ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. ആദ്യം ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ അത് ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ മാത്രമേ എവിടെ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയുള്ളൂ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഒരു കമ്പനി പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ഏത് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യണം, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഓർ പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഫസ്റ്റ് ടൈമായിട്ട് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ ന്യൂ ഇഷ്യൂസ് മേ ടേക്ക് ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിരിക്കാം. The firm raising funds may be new companies or existing companies planning expansions. പുതിയതായിട്ട് തുടങ്ങുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനീസ് ആണ് ഈ ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ന്യൂ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ന്യൂ ഓണ്ടർപ്രൈസിൻ്റെ ഷെയർസ് മാത്രമല്ല ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത് പ്രൈവറ്റ് ഫേംസിൻ്റെ, ഓൾറെഡി ബിസിനസ്സിലുള്ള പ്രൈവറ്റ് ഫേംസിൻ്റെ ഷെയർസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോൾ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂട്ടാൻ വേണ്ടിയിട്ടോ, അങ്ങനത്തെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്യൂ ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഫസ്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാർക്കറ്റാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് പറയുന്നത് ഇക്വിറ്റി ഷെയർസ് ആയിരിക്കാം, പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ ഈ പ്രൈമറി മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ സെക്കൻഡറി മാർക്കറ്റ്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും തമ്മിലുള്ള എന്തൊക്കെ റിലേഷൻഷിപ്പാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഡിഫറൻസ് അല്ല, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. The primary or new issue market cannot function without the secondary market. ഈ ഒരു പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിന് ഈ ഒരു സെക്കൻഡറി മാർക്കറ്റായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫങ്ഷൻ ചെയ്യാനായിട്ട് കഴിയില്ല. The secondary market or the stock market provides liquidity for the issued securities.
സെക്കൻഡറി മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മെയിൻ ഫീച്ചേഴ്സ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി. എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ വി ക്യാൻ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്ക് ഈസി ആയിട്ട് ക്യാഷിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഫീച്ചേഴ്സ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The issued securities are traded in the secondary market, offering liquidity to the stock at a fair price. നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് പിന്നീട് നമ്മൾ എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? സെക്കൻഡറി മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. കാരണം എന്താ? അത് ലിക്വിഡിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീടുള്ള നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും. Then next relationship, the new issue market provides a direct link between the prospective investors and the company. New issue മാർക്കറ്റിൽ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സും ആ കമ്പനിയും തമ്മിൽ ഒരു ഡയറക്റ്റ് ലിങ്ക് എവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ കമ്പനി ഡയറക്റ്റായിട്ട് പോയിട്ട് എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഷെയർസ് ഇഷ്യൂ ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ അവിടെ കമ്പനീനെ കാണുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്ററാണ്, നമ്മളിപ്പോൾ സ്റ്റോക്ക് വാങ്ങിക്കാൻ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഏത് കമ്പനിയാണ്, കമ്പനീനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു റിലേഷനും അല്ലെങ്കിൽ ഒരു കണക്ഷനും ആ കമ്പനിയുമായിട്ടില്ല. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഏജൻസ് വഴിയോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ നടത്തുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നമുക്ക് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്ററും അതേപോലെ തന്നെ കമ്പനിയുമായിട്ട് എന്തുണ്ട്? ഒരു ഡയറക്റ്റ് ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. By providing liquidity and safety, the stock market encourage the public to subscribe to the new. ഞാൻ പറഞ്ഞു ന്യൂ ഇഷ്യൂ മാർക്കറ്റിലെ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സും കമ്പനിയുമായിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ബട്ട് ഇൻ കേസ് ഓഫ് പബ്ലിക് കൂടുതലായിട്ടും എവിടെ നിന്നാണ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്? സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. കാരണം എന്താ? സെക്കൻഡറി മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ആൻഡ് സേഫ്റ്റി. ലിക്വിഡിറ്റിയും സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എവിടെ? സെക്കൻഡറി മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ പബ്ലിക് കൂടുതലായിട്ടും ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഏത് മാർക്കറ്റിൽ നിന്നാണ്? സെക്കൻഡറി മാർക്കറ്റിൽ നിന്നാണ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇതാണ് പ്രൈമറി മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള റിലേഷൻസ്. നെക്സ്റ്റ് റിലേഷൻസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് relationship, the stock exchanges through their listing requirements exercise control over the primary market. The company seeking for listing on the respective stock exchange has to comply with all the rules and regulations given by the stock exchange. നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റിനെക്കാട്ടും കൂടുതൽ സെക്യൂരിറ്റീസും അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏത് മാർക്കറ്റിലുണ്ട്? സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെബി ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് റെഗുലേറ്റ് ചെയ്യുന്നത്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് ഇതാക്കിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം ഏത് പ്രവർത്തിക്കേണ്ടത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് പ്രവർത്തിക്കേണ്ടത്. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈമറി മാർക്കറ്റിൽ അത്തരത്തിലുള്ള റൂൾസോ റെഗുലേഷൻസോ അങ്ങനെ പക്കായിട്ടുള്ള റൂൾസോ റെഗുലേഷൻസോ ഒന്നും പ്രൈമറി മാർക്കറ്റിലില്ല. ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ദർ ഇസ് എ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. Then though the primary and secondary market are complementary to each other, their functions and the organizational setup are different from each. The health of the primary market depends on the secondary market and vice versa. നമ്മൾ ഈ ഒരു പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും അതിൻ്റെ ഫങ്ഷനിൽ നിന്നും അതേപോലെ തന്നെ അതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പ്രൈമറി മാർക്കറ്റും അതേപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റും. അതിൻ്റെ ഫങ്ഷൻസിലാണെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസിലാണെങ്കിലും അതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പിലാണെങ്കിലും അത് ഡിഫറെൻ്റ് ആണ്. Then the health of the primary market depends on the primary market and vice versa. Primary marketൻ്റെ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റിനെ ആയിരിക്കും. സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിനേക്കും. രണ്ടും തമ്മിൽ എന്തുണ്ട്? രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഷെയർ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈമറി മാർക്കറ്റ് ആണെങ്കിലും സെക്കൻഡറി മാർക്കറ്റ് ആണെങ്കിലും. ഇത്രയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക്
നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രൈമറി മാർക്കറ്റ് വേഴ്സസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ സെക്കൻഡറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ദ സെക്യൂരിറ്റീസ് ആർ ഇനീഷ്യലി ഇഷ്യൂഡ് ഇൻ എ മാർക്കറ്റ് നോൺ ആസ് പ്രൈമറി മാർക്കറ്റ്. നമ്മൾ പുതുതായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ മാർക്കറ്റിനെ പറയുന്ന പേരാണ് പ്രൈമറി മാർക്കറ്റ്. which is then listed on or recognized stock exchange for trading is called secondary market. നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചാണുള്ളത്, BSEയും NSEയും, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ദെൻ പ്രൈസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ഈസ് ഫിക്സ്ഡ്. പ്രൈമറി മാർക്കറ്റിലെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും. നമുക്ക് ആ ഒരു ഫിക്സ്ഡ് പ്രൈസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കേസിലാണെങ്കിൽ പ്രൈസ് ഈസ് വാരിയിങ് ഇൻ സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ട്രേഡഡ് സെക്യൂരിറ്റീസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കേസിലാണെങ്കിൽ അവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താ? ഫിക്സഡ് അല്ല, വാരിയബിൾ ആണ്. അതായത് നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ട്രേഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? പ്രൈസിൽ വാരിയേഷൻ സംഭവിച്ചിരിക്കും. പ്രൈസ് ഒരിക്കലും എന്തില്ല? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫിക്സഡ് അല്ല. നെക്സ്റ്റ്, ഇൻവെസ്റ്റേഴ്സ് ക്യാൻ പർച്ചേസ് ഡയറക്ട്ലി ഫ്രം ദ കമ്പനി. ഇൻവെസ്റ്റേഴ്സിന് ഞാൻ പ്രൈമറി മാർക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദർ ഇസ് എ കണക്ഷൻ ലിങ്ക് ബിറ്റ്വീൻ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ ആൻഡ് കമ്പനി. കമ്പനിയും പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്ററും തമ്മിൽ എന്തുണ്ട്? ഒരു കണക്ഷൻ ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിയിൽ നിന്നും ഡയറക്റ്റായിട്ട് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ കേസിലാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ബൈ ആൻഡ് സെൽ സ്റ്റോക്ക് ആൻഡ് ബോണ്ട്സ് എമംഗ് ദംസെൽസ്. അവർ സ്റ്റോക്ക് ബ്രോക്കറോ അല്ലെങ്കിൽ ഏജൻറ്റോ വഴിയായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത്, അതേപോലെ സെല് ചെയ്യുകയും ചെയ്യുന്നത്. നെക്സ്റ്റ്, സെക്യൂരിറ്റീസ് ക്യാൻ ബി സോൾഡ് ഓൺലി വൺസ്. ഇൻ കേസ് ഓഫ് പ്രൈമറി മാർക്കറ്റിൽ നമുക്ക് സെക്യൂരിറ്റീസ് ഒറ്റ തവണ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സെയിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇറ്റ് ക്യാൻ സോൾഡ് ആൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ്. നമുക്ക് ഈ ഒരു സെക്യൂരിറ്റീസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? സെയിൽ ചെയ്യാനായിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ്, എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻകം ഓഫ് ദ കമ്പനി. ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും റിസീവ് ചെയ്യുന്ന എമൗണ്ട്, ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിൽ നിന്നും ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞു പ്രൈമറി മാർക്കറ്റ്. അവിടെ നിന്നും കമ്പനിക്ക് റിസീവ് ചെയ്യുന്ന, ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും റിസീവ് ചെയ്യുന്ന ഇൻകം എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? കമ്പനീനെ സംബന്ധിച്ച് ഇൻകം ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻകം ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻകം ആണ് അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. കാരണം ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്യുന്നു, അതേപോലെ തന്നെ അവിടെ സെയിൽ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇൻകം കിട്ടുന്നു. നെക്സ്റ്റ്, പ്രൈമറി മാർക്കറ്റ് ഈസ് റൂട്ടഡ് ഇൻ സ്പെസിഫിക് പ്ലേസ് ആൻഡ് നോ ജോഗ്രഫിക്കൽ പ്രസൻസ് ആൻഡ് നോ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. പ്രൈമറി മാർക്കറ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരിക്കും പ്രൈമറി മാർക്കറ്റ്. അതിനൊരു ജോഗ്രഫിക്കൽ പ്രസൻസോ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സെറ്റപ്പോ ഒന്നും എവിടെ ഉണ്ടായിരിക്കില്ല, ഈ ഒരു പ്രൈമറി മാർക്കറ്റിൽ ഉണ്ടായിരിക്കില്ല. ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയ. ഈ ഒരു സെക്കൻഡറി മാർക്കറ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ BSE നമ്മൾ പറഞ്ഞു, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് രണ്ടും എന്താ? ഒരു സ്പെസിഫിക് പ്ലേസിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. ദെൻ പ്രൈമറി മാർക്കറ്റിന് നെക്സ്റ്റ് ഡിഫറൻസ്, അണ്ടർറൈറ്റർ ആർ ഇൻ്റർമീഡിയറി. പ്രൈമറി മാർക്കറ്റിലെ അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അതായത് നമ്മുടെ പബ്ലിക് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അണ്ടർറൈറ്റേഴ്സ് എന്ത് ചെയ്തും? ആ ഷെയർസ് പർച്ചേസ് ചെയ്തോളാമെന്ന് കമ്പനിക്ക് എഗ്രിമെൻ്റ് ഇടും. അതിനെയാണ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ അണ്ടർറൈറ്റർ ആർ ഇൻ്റർമീഡിയറി. പ്രൈമറി മാർക്കറ്റിൽ അണ്ടർറൈറ്റർ എന്ന് പറയുന്നത് എന്താ? ഇൻ്റർമീഡിയറി ആണ്.
അണ്ടർറൈറ്റർ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബ്രോക്കേഴ്സാണ് ആര്? ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻ്റർമീഡിയറി. അതായത് കമ്പനിയും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള കണക്ഷൻ ലിങ്ക് ആരിലൂടെയാണ് പോകുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ്, ബ്രോക്കേഴ്സിലൂടെയാണ് പോകുന്നത്. സോ ബ്രോക്കേഴ്സ് ആസ് എൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ കമ്പനി ആൻഡ് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. നെക്സ്റ്റ്, ഇറ്റ്സ് ഓൾസോ കോൾഡ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾസോ കോൾഡ് സെക്കൻഡറി ഓർ ആഫ്റ്റർ മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറയുന്ന മറ്റൊരു പേരാണ് സെക്കൻഡറി മാർക്കറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ്. ദെൻ പ്രൈമറി മാർക്കറ്റിൽ ഡയറക്റ്റ് പർച്ചേസിംഗ് ആണ്. സെക്കൻഡറി മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻഡയറക്റ്റ് പർച്ചേസിംഗ് ആണ്. നമ്മൾ പ്രൈമറി മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയും പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്ററും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ലിങ്ക് ഉള്ളത്. പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഡയറക്റ്റ് പർച്ചേസിംഗ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഇൻഡയറക്റ്റ് പർച്ചേസിംഗ് ആണ്. കാരണം സ്റ്റോക്ക് ബ്രോക്കർ വഴിയായിരിക്കും പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സും കമ്പനിയും തമ്മിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻ്റർമീഡിയറി ആയിട്ട് ആരുണ്ടായിരിക്കും? സ്റ്റോക്ക് ബ്രോക്കർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും അതേപോലെ തന്നെ അതിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദെൻ പ്രൈമറി മാർക്കറ്റ് വേഴ്സസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഓക്കെ, താങ്ക് യു.